പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ ഇല്ല എന്നത് വലിയ സങ്കടം തന്നെയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അത് കാലാതിവർത്തിയാണ്, അത് എക്കാലവും നമ്മളുടെ കൂടെ ഉണ്ടാകും. നേരത്തെ SKN പറഞ്ഞ പുഷ്പാഞ്ജലി എന്ന ഭക്തിഗാന കാസറ്റ്, അത് 1981 ആ കാസറ്റ് ഇറങ്ങുന്നത്. PK കേശവൻ നമ്പൂതിരിയും രമേശൻ നായരും അതിന് പിന്നിൽ പ്രവർത്തിച്ചു. ആ രണ്ടുപേരും ജയചന്ദ്രൻ്റെ ശബ്ദവും ചേർത്ത് ഒരുപക്ഷെ നമുക്ക് അറിയാം, ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരത്ത് താമസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പാട്ടുകളാണ്. അതിൽ വിഘ്നേശ്വര എന്ന പാട്ട്, അതുപോലെ തന്നെ നീലമേഘം, അങ്ങനെ എത്രയോ ഭക്തിഗാനങ്ങൾ, നെയ്യാറ്റിൻകര വാഴും കണ്ണ എന്നുള്ള പാട്ട്, അതൊക്കെ നമ്മളുടെ ഹൃദയത്തിലിങ്ങനെ അതിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ എത്രയോ കാലങ്ങളായി കിടക്കുന്ന പാട്ടാണ്. ഒരു 4 പതിറ്റാണ്ടിലേറെയായി ആ പാട്ടുകൾ നമ്മൾ നിരന്തരമായി രാവിലെയോ വൈകിട്ടോ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ പുഷ്പാഞ്ജലി എന്ന ആ ഭക്തിഗാന കാസറ്റ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമ പാട്ടിനേക്കാൾ മലയാളിക്ക് പരിചിതമായിട്ടുണ്ട് പുഷ്പാഞ്ജലി. അത് ഇപ്പോൾ അതിന് ഏതാണ്ടൊരു 40-43 വർഷത്തെ 4 പതിറ്റാണ്ടിലേറെയായി നമ്മൾ കേൾക്കുന്നതാണ് ആ പാട്ടുകൾ. അപ്പോൾ 6 പതിറ്റാണ്ടിലേറെയായി 60 വർഷത്തിലേറെയായി ജയചന്ദ്രൻ എന്ന ഗായകൻ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, ഓരോ മലയാളിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി, നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലെ ഓരോ വൈകാരിക നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട്. ഏത് ദുഃഖമുള്ള ഘട്ടത്തിലും, ഏത് സന്തോഷമുള്ള ഘട്ടത്തിലും, ഏത് സ്ട്രെസ്സുള്ള മാനസികാവസ്ഥയിലും നമുക്ക് ആശ്വാസം പകരുന്ന പാട്ടുകളാണ്, ആ ശബ്ദമാണ് ജയചന്ദ്രൻ്റേത്. അതുകൊണ്ട് നമുക്കൊരു റിലീഫ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ ആശ്രയിക്കുന്ന പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 പാട്ടുണ്ടെങ്കിൽ അതിൽ 3-4 പാട്ട് ഉറപ്പായും ജയചന്ദ്രൻ്റേത് തന്നെയാകും. അതിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ഭാവം, ആ പാട്ടിൻ്റെ ഭാവം, അതൊക്കെ നമ്മളുടെ ഏത് ഘനീഭവിച്ച ദുഃഖത്തെയും അലിയിച്ചില്ലാതാക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ ശബ്ദം, ആ പാട്ടുകൾ കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഉണ്ട്. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു പോവുകയാണ്. 70-കളുടെയൊക്കെ കാലത്ത് മുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ SKN നേരത്തെ പറഞ്ഞതുപോലെ 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം പാടുന്ന പാട്ടുകൾ പോലും അത് എത്ര ഗാംഭീര്യത്തോടെ ആ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അത് കാലാതിവർത്തിയാണെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം പോലും, ഇപ്പോൾ നേരത്തെ വേണുഗോപാൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമോ അല്ലെ അതിന് തൊട്ട് 1-2 മാസങ്ങൾക്ക് മുമ്പോൾ 2024 അവസാന മാസങ്ങളിലൊക്കെ അദ്ദേഹം റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ പോകുമായിരുന്നു. ആൽബങ്ങളിലൊക്കെ പാടാൻ വേണ്ടി അതിനൊക്കെ അദ്ദേഹം പാടുമായിരുന്നു. പണ്ടൊക്കെ നേരത്തെയൊക്കെ പാടിയ പല കൃഷ്ണഭക്തി ഗാനങ്ങളും അദ്ദേഹം വീണ്ടും പാടുമായിരുന്നു. ചാനലുകളുടെ സ്റ്റുഡിയോകളിൽ അദ്ദേഹം ആ പാട്ടുകൾ അതേ ഭാവതീവ്രതയോടെ പാടുമായിരുന്നു. അദ്ദേഹത്തിന് പ്രണയവും വിരഹവും ഭക്തിയും, ഈ 3 ഭാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും മനോഹരമായി ആളുകൾ ആസ്വദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ ഈ കാമുക ഭാവങ്ങളെ ഇത്ര മനോഹരമായി പാട്ടുകളിലൂടെ അവതരിപ്പിച്ച ഒരു ഗായകൻ മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വരം അതൊരു കാമുക ഭാവമുള്ളതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാമുക ഭാവമുള്ള പാട്ടുകൾ, ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോഴാണ് അത് അത്രയും ആസ്വാദ്യകരമായി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ അതുപോലെ ഭക്തി, അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് നെയ്യാറ്റിൻകര വാഴും കണ്ണ എന്നുള്ള പാട്ട് അദ്ദേഹം എത്രയോ വേദികളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഗാനമേള വേദികളിലും അതുപോലെ തന്നെ ഒക്കെ അദ്ദേഹത്തോട് ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളിൽ ഒന്ന് ഈ നെയ്യാറ്റിൻകര വാഴും കണ്ണ നിൻ മുന്നിൽ എന്ന പാട്ടാണ്. അപ്പോൾ ആ പാട്ടൊക്കെ പാടുമ്പോൾ ഭക്തിയുടെ തീവ്രത മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ സ്വരത്തിലുണ്ടായിരുന്നു. അതുപോലെയാണ് വിരഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ, അദ്ദേഹം അതേ തീവ്രതയോടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കാമുക ഭാവവും വിരഹവും ഭക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ സ്വരത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സംഗീത സപര്യയിലൂടെ അധികവും നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ളത്. അങ്ങനെ ആ ഭാവ തീവ്രതയോടെ ആ പാട്ടുകളെ സന്നിവേശിപ്പിക്കാൻ വെറുതെ പാടുകയല്ല, ആ പാട്ടുകാരൻ്റെ ശബ്ദം, ആ ഭാവം, ആ തീവ്രതയോടുകൂടി ശ്രോതാവിലേക്ക് എത്തുന്നു. അത് ശ്രോതാവിൻ്റെ സങ്കടമായി മാറുന്നു, ശ്രോതാവിൻ്റെ സന്തോഷമായി മാറുന്നു, ആ ശ്രോതാവിൻ്റെ ഭക്തിയായി മാറുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന പാട്ടാണെങ്കിൽ അത് കേൾക്കുന്നയാൾക്ക് അയാൾ ഗുരുവായൂരപ്പ ഭക്തനായി മാറുന്നു. ഒരു കാമുകനാണെങ്കിൽ